പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുക്മണിനെ വിളിക്കട്ടെ. മാസ്ക് ഉപയോഗിക്കുക. പിന്നെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യാനുള്ള പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ കൈകാലൊക്കെ വൃത്തിയാക്കി എടുക്കുക, പറ്റിയെങ്കിൽ ഒന്ന് മെയിൽ കഴുകുക, അങ്ങനെയാണ് പനി. പനി എന്ന് പറഞ്ഞ ഒരു പകർച്ചവ്യാധി. പിന്നെ നിങ്ങൾ പാരസിറ്റമോൾ എടുത്ത് കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവോ? പനി വന്നാൽ എന്ത് ചെയ്യും? ആശുപത്രി പോകും അല്ലേ? ചെറിയൊരു പൊതുവെ അല്ല, അത് കുറ്റല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ ഞങ്ങളാണെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ അവര് പാരസിറ്റമോൾ എടുത്ത് കഴിക്കും, ഇതാക്കിയിട്ട് ബാക്കിയുള്ള ഇത് യൂറിന് മൂത്രമായിട്ട് പോകുന്നത്. അപ്പൊ കിഡ്നി പ്രവർത്തനരഹിതമാകുമ്പോൾ എന്താവും? നമ്മുടെ ശരീരത്തിലെ വെള്ളമൊന്നും പോവില്ല, അതായത് വേസ്റ്റ് വെള്ളമൊന്നും പോവില്ല. അങ്ങനെയല്ലേ നീർക്കെട്ടൊക്കെ നമുക്ക് പറയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് വരും. അങ്ങനെ കിഡ്നി രണ്ടും പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ പിന്നെ മരണം. പിന്നെ അതുപോലെ ലിവറിനെ ബാധിക്കും. അങ്ങനെയൊക്കെയാണ് എലിപ്പനി. അപ്പൊ നമ്മൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കുന്നൊക്കെ പറയില്ലേ? പിന്നെ നിങ്ങൾക്കറിയാം, മങ്കരയിൽ ഒരു കുട്ടി മരിച്ചു. അതും ഈ പറഞ്ഞ ആക്സിഡന്റ് കുത്തിവയ്പ്പ് എടുത്ത കുട്ടിയാണ്. അപ്പൊ അതെങ്ങനെയാ മരിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവര് കടിച്ച ഉടനെ ചിലപ്പോ അവര് കഴുകിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചിലപ്പോ വൈകിട്ടുണ്ടാവും. അപ്പഴേക്കും വൈറസ് എത്തേണ്ട അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എവിടെയാണോ കടിച്ചത് ആ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി കഴുകുക. കഴുകിയിട്ട് ഒരു നല്ല കോട്ടന്റെ തുണി വെച്ച് തുടച്ചിട്ട് ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രിയിൽ എത്തിച്ചാൽ കുത്തിവയ്പ്പ് ഉണ്ട് അല്ലെ? എത്ര കുത്തിവയ്പ്പുണ്ട്? 4. സ്കിന്നിന്റെ തൊട്ട് താഴെയാണെങ്കിൽ 5 കുത്തിവയ്പ്പ്, മറ്റേത് മസിലുണ്ട്. 2 ടൈപ്പ് ഇഞ്ചക്ഷൻ. അതിപ്പോ നമ്മുടെ കുടുംബങ്ങളുടെ ആശുപത്രിയിൽ പിന്നെ ഒരു കാര്യം കൂടി, കുറെ കാര്യങ്ങൾ പറയാണ്ട്, എന്നാലും സമയപരിമിതി മൂലം എനിക്ക് 12 മീറ്റിംഗ് ഉണ്ട്. നിപ്പ തുടങ്ങി, അറിയാലോ? നിപ്പ അറിയില്ലേ? നിപ്പ എന്താണെന്ന് അറിയില്ലേ? വീണ്ടും തുടങ്ങി, അറിഞ്ഞില്ലേ? പെരിന്തൽമണ്ണ മണ്ണാർക്കാട് മൗലാന ആശുപത്രിയിലാണ് അവർ അഡ്മിറ്റ് ആയിരുന്നത്. 40 വയസ്സുള്ള സ്ത്രീയാണ്. അവർക്ക് വളരെ സീരിയസ് ആണ് പറഞ്ഞത്. എങ്ങനെയാണ് നിപ്പ പകരുന്നത് അറിയോ? നിപ്പ എന്ന് പറഞ്ഞൊരു വൈറസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് അറിയോ? നമ്മൾ ഈ പക്ഷികളിലാണ് ഈ വൈറസ് ഏറ്റവും കൂടുതൽ. പക്ഷികള്, പ്രത്യേകിച്ച് വവ്വാലുകളില്. അപ്പൊ എന്താണ്, നമ്മൾ ഈ മാങ്ങ അല്ലെങ്കിൽ കൊയ്യാക്ക ഒക്കെ ഇല്ലേ, അതൊക്കെ പകുതി കടിച്ചതെടുത്ത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ, ഇവൾ തൊട്ട് കഴിഞ്ഞാൽ പോലും നമുക്കത് ശരീരത്തിൽ കയറുന്ന പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി. പിന്നെ ഒരാൾക്ക് വന്നാൽ ലക്ഷണങ്ങൾ എന്താ ഉണ്ടാവുക അറിയോ? നമുക്ക് എന്താണ്, ശ്വാസതടസ്സം ഉണ്ടാവും, നമ്മുടെ സൗണ്ടൊക്കെ മാറി വരും. പിന്നെ വെള്ളത്തിനെ, വെളിച്ചത്തെ പൂച്ചനൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുത്തിവയ്പ്പ് എടുക്കണം അല്ലെ? എല്ലാ നായ്ക്കൾക്കും പൂച്ചകൾക്കൊക്കെ കുത്തിവയ്പ്പുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം, കുത്തിവയ്പ്പ്. അപ്പൊ നമ്മുടെ ശരീരത്തില് അപ്പൊ നായ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ രക്തം പോലും, ചിലപ്പോ ജസ്റ്റ് ഒന്ന് മാലിന്യൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ? മോഡലേ ഉണ്ടാവും, ചിലപ്പോ അതുപോലും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിട്ട് വൃത്തിയായിട്ട് ഒരു 15 മിനിറ്റ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ഏത് ഭാഗത്താണോ കടിയേറ്റ് അവിടെ നല്ലോണം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക, വൃത്തിയായിട്ട് കഴുകുക. അപ്പൊ തന്നെ ആ വൈറസ് പോയിട്ടുണ്ടാവും. കാരണം ഈ വൈറസ് നമ്മുടെ ഞരമ്പിലൂടെ പോയിട്ട് എവിടെയാണ്? തലച്ചോറിൽ